ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ചിക്കൻ നഗറ്റ്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന റെസിപ്പിയുമായാണ്. അതിനുവേണ്ടി ഞാൻ ചിക്കൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇത് എല്ലില്ലാത്തതാണ്. ഇത് ഏകദേശം ഒരു 250 ഗ്രാം വെയിറ്റ് വരും. അടുത്തത് 1 കപ്പ് കോൺഫ്ലെക്സ് ആണ്. ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലെക്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പകരം ബ്രെഡ് ക്രംസ് എടുത്താലും മതി. പിന്നെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ ബ്രെഡാണ്. നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡും എടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതേപോലെ എല്ലാ ബ്രെഡുകളും കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇതിൽ കാണുന്നത് പോലെ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി അതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും, പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലെക്സും, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതേപോലെ അരച്ചെടുക്കണം. ഇനി അത് കൈവച്ച് ഒന്നുകൂടി ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇത് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. പരത്തുന്നതിന് മുൻപ് റോളറിലും കുറച്ച് എണ്ണ പുരട്ടിയാൽ അതിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഒരുപാട് തിന്നായി പോകരുത്, കുറച്ച് തിക്കായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇനി അതിൻ്റെ അരികുകളൊക്കെ നമുക്ക് കൈവച്ച് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റായി പോകും. ഇനി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നല്ല സ്ക്വയർ പീസസ് ആയിട്ട് കിട്ടും. ഇനി ഇത് വെക്കാനായി ഒരു പാത്രം നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ബട്ടർ പേപ്പർ. ഇനി ഒരു മുട്ട ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ പീസുകളും എടുത്ത് ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം കോൺഫ്ലെക്സിൽ നന്നായിട്ട് പൊതിഞ്ഞെടുത്ത് പാത്രത്തിലേക്ക് വയ്ക്കാം. ഇതേപോലെ എല്ലാ പീസുകളും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത്രയും പീസുകളാകുമ്പോൾ അതിൻ്റെ പുറത്ത് ഒരു ഫോയിൽ പേപ്പർ കൂടി വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള പീസുകൾ ഇതേപോലെ നിരത്തി വയ്ക്കാം. ഇങ്ങനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് അടച്ചു വെച്ചാൽ 2 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ കേടാകാതെ സൂക്ഷിച്ചു വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് പീസുകളെടുത്ത് ഞാൻ ഫ്രൈ ചെയ്ത് കാണിക്കാം. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒരുപാട് തീ കൂട്ടിയൊന്നും വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ അകമൊന്നും വേഗത്തില്ല, അത് പച്ചയായിട്ട് തന്നെ ഇരിക്കും. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ചും മറിച്ചു വിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായിട്ടിരിക്കും. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് വിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇതൊട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇതെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കോരിയെടുക്കാൻ, അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കത്തില്ല. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അതും തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും റെഡിയായിട്ടുണ്ട്. ഇതും കോരി മാറ്റാം. ഇതിലൊരെണ്ണം ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കാം. ഇപ്പോൾ അകമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ടൊമാറ്റോ സോസുമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.